ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മീൻ തലക്കറിയാണ്. വളരെയധികം ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പയുടെ കൂടെ പൊറാട്ടയുടെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാൽമൺ ഫിഷിൻ്റെ തലയാണ്. ഇതൊരു 500 ഗ്രാം ഉണ്ട്. ഇത് ഏത് ഫിഷിൻ്റെ തല വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. കിങ് ഫിഷിൻ്റെ അല്ലെങ്കിൽ ഷെറിയുടെ അല്ലെങ്കിൽ ഏത് ഫിഷിൻ്റെ വലിയ ഫിഷിൻ്റെ തല വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഫിഷിൻ്റെ തല നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ചിലർക്ക് ഇത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് കറിയിലിടാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ ഇഞ്ചിയും ചുവന്നുള്ളിയും ചതക്കിയാണ് ചേർക്കുന്നത്, പേസ്റ്റ് ആക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടികളെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടി നമുക്ക് ഇനി മസാല ഉണ്ടാക്കുമ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ ചേഞ്ച് ആവും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഫ്ലേവറൊന്നും ചേഞ്ച് ആവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉലുവ പൊടിച്ചത്, അത് 1/4 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി, അതും 1/4 ടീസ്പൂൺ. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റിലാണ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇനി ഒരു മൺചട്ടി ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആ വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ചട്ടി ചൂടായി വരുമ്പോൾ ഇങ്ങനെ പുകഞ്ഞ് വരുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടി ചൂടായി വരുമ്പോൾ എല്ലാ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി ചതക്കിയത് ഇട്ട് കൊടുക്കുക. നാടൻ ഇഞ്ചി ആയിരിക്കും ഏറ്റവും നല്ലത്. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ചുവന്നുള്ളി ചതക്കിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് 4 മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് ഓരോ പച്ചമുളക് അനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. പിന്നെ ചതക്കി ചേർക്കുന്നേക്കാളും കൂടുതൽ എരിവായിരിക്കും ഇങ്ങനെ മുറിച്ചിടുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 3 വെളുത്തുള്ളി ചതക്കിയത് ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. 2 മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഇടാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അത് ചട്ടിയുടെ സൈഡിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലുണ്ടായിരുന്ന എണ്ണ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല, മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല പൊടി ഇതിലിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മൺചട്ടി ആയതുകൊണ്ട് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയും ഈ പൊടികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവോളയുടെ കൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തക്കാളി വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് പകരം കൊടംപുളി അല്ലെങ്കിൽ മാങ്ങ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് എത്രത്തോളം ഗ്രേവി വേണോ അപ്പോൾ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കറി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വറ്റി പുളിയും എല്ലാം കൂടെ ഒന്ന് കുറുകി വരട്ടെ. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീൻ തല ചേർത്ത് കൊടുക്കാം. മീൻ തല വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ടും ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള എല്ലാ ഭാഗത്തേക്കും ഗ്രേവി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കും സൈഡിലേക്കും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തലയുടെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഈ വെന്ത ഭാഗം ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അധികം ഇട്ട് പൊടിക്കരുത്, ജസ്റ്റ് 4 പീസാക്കിയാൽ മതി. നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഗ്രേവിയും ഈ ഫിഷും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടിയും ചേർത്തിയത് തന്നെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളി ചതക്കിയിട്ട്, പേസ്റ്റല്ല ചതക്കിയിട്ട് ചേർത്തി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറി വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. മേലെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി ഒരു ഓവർനൈറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിറ്റേ ദിവസം ആകുമ്പോൾ വറ്റി ഒരു പരുവായിട്ടുണ്ടാവും. ഇത് കപ്പയുടെ കൂടെ അല്ലെങ്കിൽ പുട്ട്, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്